വയനാട് DCC അധ്യക്ഷൻ ND അപ്പച്ചനെ കോൺഗ്രസ് പാർട്ടി പ്രവർത്തകർ തന്നെ മർദ്ദിച്ചിരിക്കുകയാണ്. ചരിത്രത്തിൽ കാണാത്തൊരു സംഭവമായി അത് മാറിയിരിക്കുന്നു. വയനാട്ടിലെ പുൽപ്പള്ളിക്കടുത്ത് മുള്ളൻകൊല്ലിയിലെ പാർട്ടി പരിപാടിയിൽ വച്ചാണ് DCC അധ്യക്ഷന് സ്വന്തം പ്രവർത്തകരുടെ മർദ്ദനമുണ്ടായിരിക്കുന്നത്. പാർട്ടിയിലെ തന്നെ ഗ്രൂപ്പ് പോരിന്റെ ഭാഗമായാണ് സംസ്ഥാനത്തെ കോൺഗ്രസിന്റെ DCC പ്രസിഡന്റുമാരിൽ മുതിർന്ന നേതാക്കളിൽ ഒരാളായ ND അപ്പച്ചനെ ദാരുണമായി മർദ്ദിച്ചത്. പ്രായത്തിൻ്റെ വില പോലും അദ്ദേഹത്തിന് നൽകിയില്ല. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കത്തിൻ്റെ ഭാഗമായ ഒരു യോഗത്തിനിടെയാണ് ഒരു വിഭാഗം നേതാക്കളും പ്രവർത്തകരും വന്ന് അദ്ദേഹത്തെ കയ്യേറ്റം ചെയ്തത്. മുള്ളംകൊല്ലിയിലെ മണ്ഡലം പ്രസിഡന്റിനെ ചൊല്ലിയുള്ള ചെറിയൊരു തർക്കമാണ് കയ്യാങ്കളിയിൽ കലാശിച്ചിരിക്കുന്നത്. മുള്ളൻകൊല്ലി പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് മുന്നൊരുക്ക വികസന സെമിനാറിനിടെയാണ് കോൺഗ്രസ് പ്രവർത്തകർ തന്നെ DCC പ്രസിഡന്റിന്റെ മുഖത്തും വയറിലും അടിച്ച് താഴെയിട്ടത്. മർദ്ദനമേറ്റ് നിലത്ത് മറിഞ്ഞു വീണ പ്രസിഡന്റിനെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടെ DCCയുടെ ജനറൽ സെക്രട്ടറിയായ OR രഘുവിനും പരിക്കേറ്റിരിക്കുന്നു. ഇതിന് പിന്നിൽ സുൽത്താൻ ബത്തേരി MLA IC ബാലകൃഷ്ണന്റെ ആളുകളാണെന്നാണ് പറയുന്നത്. IC ബാലകൃഷ്ണൻ MLAയുടെയും KL പൗലോസിന്റെയും ഗ്രൂപ്പിൽപ്പെട്ടവരാണ് ഈ കയ്യേറ്റം ചെയ്തത് എന്നാണ് പ്രസിഡന്റിന്റെ തന്നെ ഭാഗത്തു നിന്ന് ലഭ്യമാകുന്ന വിവരം. ഇതാണ് ഒരു MLAയുടെ തന്നെ പണി എന്ന് ഓർക്കണം. കോൺഗ്രസ് പാർട്ടി ഇവരെയൊക്കെ പിടിച്ചുകെട്ടാൻ സമയം അതിക്രമിച്ചിരിക്കുകയാണ്. DCC ട്രഷറിന്റെ കാര്യം നമുക്കറിയാം. മുൻ DCC ട്രഷററായ വിജയൻ പാർട്ടിയുടെ പീഡനം മൂലം ആത്മഹത്യ ചെയ്തതിലും ഇതേ മാന്യന്മാർ തന്നെയാണ് പ്രതിക്കൂട്ടിൽ നിൽക്കുന്നത്. അതിൽ ഒന്നാം പ്രതിയാണ് ഈ IC ബാലകൃഷ്ണൻ MLA എന്ന് പറയുന്നത്. അതിൽ നിന്നൊക്കെ പാർട്ടിയുടെ സംസ്ഥാന നേതൃത്വം വളരെ പണിപ്പെട്ട് ആ സഹായത്തോടെ ഇവരെ രക്ഷിക്കാൻ ശ്രമിക്കുമ്പോഴാണ് ആളുകളെ വിട്ട് ഒരു DCC അധ്യക്ഷനെ, അതും പ്രായാധിക്യം മൂലം കഷ്ടപ്പെടുന്ന ഒരധ്യക്ഷനെ ഇങ്ങനെ മർദ്ദിച്ച് വീഴ്ത്തിയിരിക്കുന്നത്. മർദ്ദനത്തിന് മുൻപുണ്ടായ തർക്കത്തിന്റെ വീഡിയോ ദൃശ്യങ്ങളൊക്കെ ഇപ്പോൾ പുറത്ത് പ്രചരിക്കുകയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധമുള്ള ഒരു ആലോചനാ യോഗത്തിനിടയിലാണ് ഈ സംഭവം എന്ന് പറയുമ്പോൾ പാർട്ടി രക്ഷപ്പെടാൻ പാടില്ല എന്നുള്ളത് ഈ MLA അടക്കമുള്ള ആളുകളുടെ ഒരു ലക്ഷ്യമായി മാറിയിരിക്കുന്നു എന്ന് തന്നെ പാർട്ടി പരിശോധിക്കേണ്ടതുണ്ട്. ND അപ്പച്ചനുമായി അടുത്ത ബന്ധം പുലർത്തുന്ന വ്യക്തിയാണ് ഇപ്പോൾ നിലവിൽ ഈ മുള്ളംകൊല്ലിയിലെ മണ്ഡലം പ്രസിഡന്റ്. ഇതിൽ IC ബാലകൃഷ്ണൻ MLAയുടെ ഗ്രൂപ്പിനും KL പൗലോസ് എന്ന നേതാവിൻ്റെ ഗ്രൂപ്പിനും വലിയ എതിർപ്പുണ്ടായിരുന്നു എന്നാണ് അറിയുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഈ മണ്ഡലം പ്രസിഡന്റിനെ മാറ്റണമെന്ന തർക്കമാണ് അവിടെ നിലനിന്നിരുന്നത്. അതാണ് അവർക്ക് പ്രധാനം. അങ്ങനെയാണ് DCC പ്രസിഡന്റിനെ മർദ്ദിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയത്. ഏതാനും നാളുകളായി വയനാട് കോൺഗ്രസിൽ വലിയ അസ്വാരസ്യങ്ങളാണ് കാണുന്നത്. ചെറിയ ജില്ലയാണ്, കുറച്ച് നേതാക്കന്മാരാണ് മാത്രമാണ് ഉള്ളതെങ്കിലും പണി ഗ്രൂപ്പിസം തന്നെയാണ് അവർക്ക്. പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയും അടക്കമുള്ള നേതാക്കൾ മത്സരിച്ച് ഒരു VIP പരിഗണന കിട്ടിയ നേതാക്കൾ ഇപ്പോൾ പാർട്ടി മറന്ന് കളിക്കുകയാണ് വയനാട്ടിൽ. IC ബാലകൃഷ്ണനും ND അപ്പച്ചനും തമ്മിൽ ഇത്തരത്തിൽ വാക്കുതർക്കം ഇതിനു മുൻപും ഉണ്ടായതിൻ്റെ ഓഡിയോ സന്ദേശവും ഒക്കെ വലിയ സോഷ്യൽ മീഡിയയിൽ വലിയ പ്രചരണത്തിൽ ഉണ്ടായിരുന്നു. അതൊന്നും ഇനിയും മതിയാക്കുന്നില്ല എന്നുള്ള സൂചനയാണ് ഇവർ തരുന്നത്. വാക്കുതർക്കവും കടന്ന് കയ്യാങ്കളിയിലേക്ക് നീങ്ങിയതോടെ കോൺഗ്രസിന് വലിയ നാണക്കേടുണ്ടാക്കുന്ന നിലയിലേക്കാണ് വയനാട്ടിൽ കാര്യങ്ങൾ നീങ്ങുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഘട്ടത്തിൽ ഉൾപാർട്ടി പോര് കോൺഗ്രസിന് വയനാട്ടിൽ വലിയ ക്ഷീണമുണ്ടാക്കിയേക്കും, അല്ലെങ്കിൽ വലിയ വില നൽകേണ്ടി വരും എന്നുള്ളത് ഉറപ്പാണ്. എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ നോക്കുമ്പോൾ അതിന് സമ്മതിക്കാതെ ഉത്തരവാദപ്പെട്ടവർ തന്നെ താണ്ഡവമാടുന്നത് പ്രിയങ്ക ഗാന്ധിയുടെ മണ്ഡലത്തിലാണ് എന്നോർക്കണം. ഏതായാലും തെരഞ്ഞെടുപ്പുകൾ അടുത്തെത്തിയിട്ടും നേതാക്കന്മാർക്ക് ബോധം വന്നിട്ടില്ല എന്നതാണ് കോൺഗ്രസിനെ അലട്ടുന്ന പ്രധാന വിഷയം.